പഴമയുടെ ഒരു രുചിക്കൂട്ടും തേടി നമ്മൾ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലാണ്. ഇപ്പോൾ ആ ഭക്ഷണം ഒരു വീട്ടിലാണ്, അതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടിലെന്നും ഈ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. ആ ഭക്ഷണത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇത് കണ്ട, ഇത് ചെമ്മിപ്പുളിയാണ്. ഈ ചെമ്മിപ്പുളി അധികം ഉണങ്ങിയിട്ടില്ല, പക്ഷേ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഈ ചെമ്മിപ്പുളി ഇത് നമ്മുടെയൊക്കെ വീടുകളിലുണ്ടാവും, പക്ഷേ ഇത് നമ്മൾ വീട്ടിലുണ്ടായ ഈ ചെമ്മിപ്പുളി നമ്മൾ വെറുതെ കളയും. പക്ഷേ ഇതൊരു നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉണക്കി ഉപയോഗിക്കുന്നു. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, നാരങ്ങയാണ്. നാരങ്ങ ഉപ്പിലിട്ട് ഇതാക്കിയിരിക്കണം. ഇങ്ങനെ ഒരുപാട് നമ്മുടെ നാവിലൂറുന്ന നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന ഒരിടത്തേക്കാണ്. നമ്മുടെ ചേച്ചി ആ ഭക്ഷണം പാകം ചെയ്യുന്നതിന്റെ തിരക്കില്ല. വീണ ചേച്ചി, ഇതെന്താണിത്? ചേമ്പില വെച്ചാണ് നമ്മൾ ഈ പറഞ്ഞ ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലേ ചേച്ചി? ഈ ഭക്ഷണത്തിന്റെ പേരെന്താ നമ്മൾ പറയുക? കൊങ്കണിയിൽ പത്രോട്, മലയാളത്തിൽ ചേമ്പിലപ്പം. ചേമ്പിലപ്പം ഞങ്ങളുടെ കുഞ്ഞുനാൾ മുതൽ അമ്മ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് എല്ലാവരും കഴിച്ചു തുടങ്ങി. ഇവിടെ ഞങ്ങളുടെ കൊങ്കണി കടകളിലെല്ലാം കിട്ടും. ഞങ്ങൾ 365 ഡേയ്സും ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ഈ നമ്മൾ ചെയ്യുന്ന പ്രോസസ് എന്താ? ഇത് ഇലയുടെ നാരെടുക്കണം. ഇലയുടെ നാരെടുക്കണത് എന്താണെന്ന് വെച്ചാൽ ചൊറിയും. അല്ലെങ്കിൽ ഒന്നാമത് ചൂടല്ലേ, ഇതിനൊരു ഔട്ടർ കോട്ടിംഗ് ഉണ്ട്, അതിന് ഒരു വാക്സ് പോലെ, അതാണ് ചൊറിയണത്. അതിൻ്റെ എടുത്ത് വെച്ചാൽ അത് മാറ്റിയാലേ അത് വേവുള്ളൂ. അപ്പോൾ അത് മാറ്റിയിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങളുടെ നാഷണൽ ഫുഡാണ്. പച്ചരി ഒരു 3-4 hours കുതിർത്തിട്ട് നല്ല തരിതരപ്പായിട്ട് അരച്ചെടുത്തതാണ് ഈ മാവ്. പിന്നെ അതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, പിന്നെ തേങ്ങ ചിരണ്ടിയതാണിത്, പുളി, വാളംപുളി, അത് മിക്സിയിൽ നല്ല ജ്യൂസ് പോലെ ആക്കിയതാണ്. അധികം നൈസാവാൻ പാടില്ല. നൈസായ പേസ്റ്റ് പോലെ ഒട്ടും. ഇത് നാര് കളഞ്ഞ് കഴുകിയെടുത്ത ചേമ്പിലയാണ്. അത് ഓരോന്നും എടുത്തിട്ട് ഒരു റോൾ എത്ര? ഒരു 15. ഒരു റോളായി അല്ലേ? നമുക്ക് എത്രത്തോളം ഓർഡറൊക്കെ ഉണ്ട്? ഞങ്ങൾക്ക് 80 വരെ ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഒരു ദിവസം ചെയ്തു തരണം, അല്ലെങ്കിൽ 100 വരെ വന്നിട്ടുണ്ട്. അതൊക്കെ ചെയ്യാനുള്ള ആൾക്കാരുണ്ട് അവിടെ. ഡെയിലി ഞങ്ങളൊരു 20-25 ചെയ്യാറുണ്ട്. സാധാരണഗതിയിൽ ഇത് എപ്പോഴും കഴിക്കുന്നത് ഏത് മാസത്തിലാണ്? കർക്കിടക മാസം. അപ്പോൾ നമുക്ക് ഒരു 2 hours വേവിക്കണോ ഇത്? ഇതിനൊരു 2 മണിക്കൂർ വേവണം. അപ്പൊ അതൊരു നമുക്ക് സമയമുണ്ട്. അതിൽ ചേച്ചി ഒരു പാട്ടുകാരിയല്ലേ? അതെ. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया है मेरे लिए. നമ്മുടെ പത്രോട് ആയിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? അതെ ആയിട്ടുണ്ട്. 2 മണിക്കൂറായി. बनाया गया है मेरे लिए. ഇതിനെ ചേമ്പിലപ്പം എന്നും പറയും, കൊങ്ങിണി ഭാഷയിൽ പത്രോട് എന്ന് പറയും. അപ്പൊ ഇനി ഇത് കഴിക്കുന്ന രീതിയുണ്ട്, ആ രീതിയാണ് ചേച്ചി പരിചയപ്പെടുത്താൻ പോകുന്നത്, അല്ലേ? അതെ. ഇതിനെ കട്ട് ചെയ്യണം. तुझे ज़मीन पे बुलाया गया है मेरे. ഈ വെളിച്ചെണ്ണ എന്തിനാ ഉപയോഗിക്കണേ? ഇത് ചൊറിയാതിരിക്കാൻ. ആണല്ലേ? അപ്പൊ ചൊറിയാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയില്ല, ടേസ്റ്റുമാണ്. ആണല്ലേ? ഈ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയാണ്. അതെ. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഈ കഴിക്കാൻ പാകമായി. അതെ. അപ്പൊ ഇനി കഴിക്കാൻ നോക്കാം. സംഭവം ഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഫാസ്റ്റ് ഫുഡ് ശീലമാക്കുന്ന പുതിയ തലമുറയ്ക്ക് പഴമയുടെ വ്യത്യസ്തമായ രുചിക്കൂട്ടാണ് നമ്മുടെ വീണ ചേച്ചി ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആരോഗ്യത്തിനൊക്കെ ഏറെ ഉത്തമമായൊരു ഭക്ഷണം കൂടിയാണ്. സുജയ് ഡോഡിനൊപ്പം ശ്യാമപ്രസാദ് തമ്മൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.